എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നതേ തണ്ണിമത്തൻ നട്ടുപിടിപ്പിക്കുന്നതിനെ കുറിച്ചാണേ. നമ്മൾ തണ്ണിമത്തൻ നട്ടുപിടിപ്പിക്കാനാണെങ്കിൽ നല്ല നിലവാരമുള്ള വിത്തുകളെ ആദ്യം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഇന്ന് ഈ ഇനം തണ്ണിമത്തൻ്റെ വിത്തുകളാണ് ഉപയോഗിക്കുന്നത്. കിരൺ തണ്ണിമത്തൻ്റെ വിത്തുകളും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ വിത്തുകൾ ആവശ്യമുള്ളവരാണെങ്കിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് നമ്മൾ തരുന്ന നമ്പറിൽ ചെയ്താൽ നിങ്ങൾക്കും ഞാൻ ഈ വിത്തുകൾ എത്തിച്ചു തരാൻ പറ്റും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വിത്തുകൾ നമുക്ക് അയച്ചു കൊടുക്കാൻ താമസം വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എൻ്റെ അനിയത്തിയുടെ മോടെ കല്യാണം ആയതുകൊണ്ട് ഞാൻ താമസിക്കുന്നത് കോട്ടയത്താണ്. അവരുടെ വീട് അടിമാലിയാണ്, മൂന്നാറിനടുത്ത്. അപ്പം നമ്മൾ അവിടേക്ക് ഒരു ഏകദേശം ഒരാഴ്ച വരെയുള്ള സമയം, പിന്നെ അവർ വിരുന്നിന് വന്നു, വിരുന്ന് കഴിഞ്ഞ് പോയി, ഇങ്ങനെയൊക്കെയുള്ള കുറേ താമസങ്ങൾ നമുക്ക് വരുമല്ലോ. വീട്ടമ്മമാരാകുമ്പോൾ നമ്മൾ ഇതെല്ലാം മാനേജ് ചെയ്യേണ്ടവരല്ലേ. അപ്പൊ അതിൻ്റെതായ ഒരു താമസമാണ് വന്നത്. ഞാൻ ഈ വിത്തുകളാണ് പാകുന്നത്. ഞാൻ ഇതിന്റെ വിത്തുകൾ പാകി കിളിപ്പിക്കുന്നതെന്ന് പറയുന്നത് ഇതേപോലെയുള്ള ഗ്ലാസ്സുകളിലോ കപ്പുകളിലോ പോട്ടിംഗ് മിക്സാണ്. നമ്മുടെ പോട്ടിംഗ് മിക്സ് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. കാരണം നമ്മൾ ഈ ടെറസിലല്ലേ കൃഷി ചെയ്യുന്നത്. അപ്പൊ അതിനാവശ്യമായ മണ്ണ് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുമ്പം അതാണ് എനിക്കെടുക്കാൻ സൗകര്യം. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇതുപോലെയുള്ള പാത്രങ്ങളിൽ, ഗ്ലാസ്സിലോ ചിരട്ടയിലോ എന്താണെങ്കിലും ഇത്തരത്തിലുള്ള സംവിധാനം എടുത്താൽ മതി. ഞാനിത് ഈ പോട്ടിംഗ് മിക്സ് കുറച്ച് ഈ ഗ്ലാസ്സുകൾക്കകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ആദ്യമേ തന്നെ ഇവരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് നനച്ചു കൊടുക്കുവാണേ. കണ്ടോ, ഇതുപോലെ നമ്മൾ വെള്ളം നനച്ച് വെച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്നത് എപ്പോഴും ഇതിനകത്തൊരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കുവാണ്. അത് കൈ കൊണ്ടോ കമ്പ് കൊണ്ടോ നിങ്ങളുടെ സൗകര്യത്തിന് ചെയ്യാം. ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്കൊരു 4 വിത്തുകൾ വീതം ഞാൻ ഇട്ട് കൊടുക്കുവേ. എല്ലാത്തിനകത്തോട്ടും നമ്മളൊരു 4 വിത്തുകൾ വീതമാണ് ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, എന്നിട്ട് കുറച്ച് ഇതിനകത്ത് ഇട്ടില്ല, ഇതിനകത്തോട്ടും 4 എണ്ണം ഇട്ടിട്ട് കുറച്ച് മണ്ണിതിൻ്റെ മേലിൽ നിന്ന് അങ്ങോട്ട് തോണ്ടിയിട്ട് അതിനെ അങ്ങോട്ട് നമ്മൾ മൂടും. ഞാൻ ചെയ്യുന്ന രീതിയാണ്, എളുപ്പ പണിയാണിതെല്ലാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ച് വെള്ളം തളിച്ചു വെക്കും. അപ്പം വിത്തിന് നല്ലപോലെ നനയാനുള്ള വെള്ളം. ഇതിപ്പം ഞാൻ വിത്ത് കുതിർത്തതൊന്നുമല്ല, നേരിട്ട് പാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അതേപടി ചെയ്യുവാണ്. ഇനി അതിന് പകരം നിങ്ങൾക്ക് വെള്ളത്തിനകത്ത് കുതിർത്തതിന് ശേഷം തലേദിവസം വൈകിട്ട് വെള്ളത്തിലിടുക. പിറ്റേ ദിവസം രാവിലെ ഇതേപോലെ കപ്പുകൾക്കകത്തോ ചിരട്ടയ്ക്കകത്തോ അല്ലെങ്കിൽ പ്ലാവില കൂട്ടിയിട്ടോ എങ്ങനെ വേണമെങ്കിലും ആകാം. അങ്ങനെ നമ്മൾ ഇതിനെ വിത്തുകളെ പാകി വിസറ്റാക്കുക. ഇനി ഇതിന് ശേഷം വെള്ളം നനച്ചു കഴിഞ്ഞാൽ തണലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കണം. ഒരു 3 ദിവസം കൊണ്ട് ഇത് മുളച്ചു വരും. മുളച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് വെക്കണം. എങ്കിലേ വിത്തുകൾ മുളച്ചത് നല്ല ആരോഗ്യമുള്ള ഇലകളായി മാറുകയുള്ളൂ. ആരോഗ്യത്തോടെ തൈകൾ വളർന്നു വരാൻ നല്ല പോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് വിത്തുകൾ മുളച്ചു കഴിഞ്ഞാൽ. അപ്പം ഇതേപോലെ പാകി മുളപ്പിച്ച് വെച്ചിരിക്കുന്ന തൈകൾ ഞാൻ കാണിച്ചു തരാവേ. ഇത് ഞാൻ അതേപോലെ ഗ്ലാസ്സിനകത്ത് പാകി മുളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ തൈകൾ നമ്മൾ മാറ്റി നടുമ്പം ശ്രദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വേരുകൾ പൊട്ടിപ്പോകാതെ മാറ്റി നടണം, അല്ലെങ്കിൽ തൈകൾ ചുവട് പിടിച്ച് കിട്ടത്തില്ല. ഈ തൈയെയാണ് ഇതിനകത്തേക്ക് നടുന്നത്. അപ്പോൾ ആദ്യം ഇവരെ നടാനുള്ളൊരു ഹോൾ ഉണ്ടാക്കി ഞാൻ വെക്കാവേ. ഇതെല്ലാം നല്ല കരിയിലയും മണ്ണും ഒക്കെ ഇട്ട് പുതിയതായി നിറച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്തുകൊണ്ട് കരിയിലയുടെ അറ്റമൊക്കെ നീണ്ടു നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല തണവ് നിൽക്കുകയും ചെയ്യും, ചെടിക്ക് നല്ല ആരോഗ്യത്തോടെ വളരാനും പറ്റും. അപ്പം ഞാൻ ഇതിനെ മാറ്റി നടുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡൊന്ന് ഇതുപോലെ വെച്ച് താഴേന്ന് തട്ടിക്കൊടുത്തിട്ട് കുനിച്ചെടുക്കുവാണേ. കണ്ടോ, ഒട്ടും വേര് പോകാതെ നമുക്ക് കറക്റ്റായിട്ട് ഇതിനകത്തേക്ക് വെക്കാനായിട്ട് പറ്റും. ഇത് 3 തൈയുണ്ട്, അതുകൊണ്ട് ഈ പാത്രത്തിനകത്ത് ഈ 3 എണ്ണത്തിൻ്റെ കാര്യമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ മണ്ണിട്ടിട്ട് മൂടാൻ പോവുകയാണേ. കുറച്ച് മണ്ണിടാം, പിന്നെ നമുക്ക് വളമൊക്കെ ചേർക്കുന്ന അവസരത്തിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചുവട്ടിലേക്ക് ഇതിനെ ചേർത്ത് വെക്കും. കണ്ടോ, ഇനി ഒന്ന് നനച്ചും കൂടെ കൊടുക്കാം. നിങ്ങൾ കണ്ടോ, ഞാനിപ്പം ഈ വിത്ത് മുളപ്പിച്ച് തൈയാക്കി മാറ്റി നട്ടത് ഈ പാത്രത്തിനകത്ത് പാകി കിളിപ്പിച്ചിട്ടാണ്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള പാത്രമായതുകൊണ്ട് നമുക്ക് വീണ്ടും ഇതേപോലെ മണ്ണ് നിറച്ച വിത്തുകൾ പാകി മുളപ്പിക്കാനായിട്ട് പറ്റും. യോഗട്ട് മേടിക്കുന്ന ഒരു പാത്രമാണ്. അപ്പോൾ അതിനകത്ത് സാധനം എടുത്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതേതായാലും വേസ്റ്റ് ആണല്ലോ. അപ്പം ഞാനത് തൈകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും. നമ്മൾ തണ്ണിമത്തൻ്റെ വിത്തുകൾ പാകി മുളപ്പിച്ച തൈയെ ഈ പാത്രത്തിനകത്തേക്ക് മാറ്റി നട്ട് കേട്ടോ. അപ്പം മാറ്റി നടുമ്പം നമ്മൾ പറഞ്ഞു വേരുകൾ പൊട്ടിപ്പോകാതെ സൂക്ഷിക്കണം. അങ്ങനെ മാറ്റി നട്ട് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് നനച്ചു കൊടുക്കുന്നതാണ്. നമ്മൾ ഇതുപോലെ പാത്രങ്ങൾക്കകത്തും ഗ്രോ ബാഗുകൾക്കകത്തും നട്ടുപിടിപ്പിക്കുമ്പം
2 നേരവും നനച്ചു കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ പാത്രങ്ങൾക്കകത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് കുറച്ച് വലിയ ഗ്രോ ബാഗുകൾ അല്ലെങ്കിൽ വലിയ പാത്രങ്ങൾ വേണം തണ്ണിമത്തൻ നട്ടുപിടിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ. ഇപ്പം ഇത് കണ്ടോ, ഈ ഗ്രോ ബാഗ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഗ്രോ ബാഗാണ്. അതല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന സാധാരണ പെയിന്റിന്റെ ബക്കറ്റോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടെ വലിയ പാത്രങ്ങളോ ആണ് ഞാൻ ടെറസിൽ കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഏതായാലും നമുക്ക് ടെറസിൽ ഇതുപോലുള്ള ഗ്രോ ബാഗുകൾക്കകത്തോ പാത്രങ്ങൾക്കകത്തോ മാത്രമേ നമുക്ക് പച്ചക്കറികളുടെ കൃഷികളാണെങ്കിലും ചെടികൾ വളർത്തുന്നതാണെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ എപ്പോഴും എൻ്റെ വീഡിയോ കാണുന്നവരുമാണ്, നിങ്ങൾക്കത് അറിയാവുന്നതുമാണ്. അപ്പം നമ്മൾ തണ്ണിമത്തൻ്റെ നടിയിൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നന നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ വലിയ പാത്രം സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് മാത്രമേ തണ്ണിമത്തൻ്റെ തൈകൾ വളർത്താവൂ. എങ്കിലേ അവർക്ക് നല്ല വളർച്ചയും അതുപോലെ പൂവിടുന്നതിൻ്റെ എണ്ണം കൂടുകയും കായ്കൾ കൂടുതൽ ഉണ്ടായി കിട്ടുകയും ചെയ്യത്തുള്ളൂ. ഇതിന് നമുക്ക് വളം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ തണ്ണിമത്തൻ എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം വളം കൊടുക്കേണ്ടുന്ന ഒരു ചെടിയാണ്. അപ്പം നമ്മൾ തണ്ണിമത്തനിന് വളം കൊടുക്കുമ്പം ഏറ്റവും കുറഞ്ഞത് 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും എന്തെങ്കിലും വളം, അത് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിവളമോ അങ്ങനെയുള്ള എന്തെങ്കിലും വളങ്ങൾ നമുക്ക് മാറി മാറി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ബയോഗ്യാസ് സ്ലറിയില്ലേ, ബയോഗ്യാസ് സ്ലറിയോ അല്ലെങ്കിൽ നമ്മളുണ്ടാക്കുന്ന ജൈവ സ്ലറിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വളം ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ഈ തണ്ണിമത്തൻ്റെ ചെടികൾ നട്ടുപിടിപ്പിക്കുമ്പം കൊടുക്കാൻ മറന്നു പോകരുത്. പലപ്പോഴും തണ്ണിമത്തൻ്റെ വളർച്ച ശരിയാകാത്തതും കായ്ഫലം കിട്ടാതെ പോകുന്നതിൻ്റെമായ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നനയും വളവുമാണ്. അപ്പം ഞാനത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ അതേപോലെ ചെയ്തു നോക്കുക. തണ്ണിമത്തനിൽ നിന്ന് നമുക്ക് നല്ല വിളവ് കിട്ടും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തണ്ണിമത്തനിൽ എപ്പോഴും പലതരത്തിലുള്ള കീടങ്ങളുടെ ശല്യം, പ്രധാനമായും വരുന്നത് ആമവണ്ടുകളാണ്, അല്ലെങ്കിൽ മീലിമൂട്ടകളാണ്, അല്ലെങ്കിൽ മുഞ്ഞയുടെ ശല്യമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ആമവണ്ടുകളാണ്. അപ്പോൾ ആമവണ്ടുകളുടെ ശല്യത്തിന് നമ്മൾ എല്ലാ ആഴ്ചയും കീടങ്ങൾ ഉണ്ടേലും കൊള്ളാം ഇല്ലേലും കൊള്ളാം ഏതെങ്കിലും ഒരു ജൈവ കീടനാശിനി, നമ്മളെപ്പോഴും പറയുന്ന ജൈവ കീടനാശിനി എന്ന് പറയുന്നത് ബിവേറിയയാണ്. അപ്പം ബിവേറിയ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി എല്ലാ ആഴ്ചയും നമ്മളുടെ എല്ലാ ചെടികളിലും കൊടുക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള കീടങ്ങളുടെയും ശല്യം ഒരു തരത്തിലുള്ള പച്ചക്കറി ചെടികളിലും ഉണ്ടാകാതിരിക്കും. ഇനി ബിവേറിയ ഒന്നും കിട്ടാനില്ലാത്ത ഒരാളാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നമുക്ക് വേപ്പെണ്ണയും സോപ്പും കൊടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ സോപ്പ് മാത്രമാണെങ്കിലും 1 ലിറ്റർ വെള്ളത്തിനകത്ത് കുറച്ച് സോപ്പ്, അത് പാത്രം കഴുകുന്ന സോപ്പ് എടുക്കുന്നതാണ് നല്ലത്. ആ പാത്രം കഴുകുന്ന സോപ്പ് നല്ലോണം കലക്കിയിട്ട് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നല്ലൊരു പരിധി വരെ നമുക്ക് കീടങ്ങളെ മാറ്റി നിർത്താനായിട്ട് സാധിക്കും. അപ്പം ഇതേപോലെ ഞാൻ നട്ടുപിടിപ്പിച്ച മറ്റൊരു ചെടിയുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പെയിന്റ് ബക്കറ്റിനകത്ത് ഞാൻ ഇതേപോലെ പാകി കിളിപ്പിച്ച് മാറ്റി നട്ട തണ്ണിമത്തനായിരുന്നേ. പക്ഷെ നമ്മൾ അതിലേക്കുള്ള പൂക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് ഇവൻ്റെ സൗകര്യത്തിന് അങ്ങോട്ട് വളർന്നുപോയി. ഇത് കണ്ടോ, ഇത് അതിനകത്തുനിന്ന് വന്ന് കണ്ടോ ഉണ്ടായിട്ടുണ്ട്, കണ്ടോ ചെറിയ കായ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമില്ല, ആരോഗ്യമില്ലാത്ത ചെടിയിലുണ്ടാകുന്ന കായകളും ചെറുതായിരിക്കും. അപ്പോൾ ഇവർ ഇതിലേ കൂടെയൊക്കെ പാളി പടർന്നൊക്കെ പോയിരിക്കുക. ഞാനിതിനെ ഇങ്ങോട്ട് അഴിച്ചെടുക്കുവാണേ. കണ്ടോ ഇങ്ങനെ അഴിച്ചെടുത്തിട്ടുണ്ട്. ദേ ഇത്ര എണ്ണം, ഈ 2 എണ്ണം ഇതിനകത്ത് നിൽക്കുന്നത്. ദേ ഇവിടെയും കണ്ടോ കായ ഉണ്ടാകുന്ന ഒരു പൂവാണ് നിൽക്കുന്നത്. അപ്പം അത് നോക്കിയിട്ട് കാര്യമില്ല. കണ്ടോ ഞാനിതിനെ അങ്ങോട്ട് നിവർത്തിയെടുത്ത്. കണ്ടോ അത് ഇത്രയും നീളം വെച്ചിട്ടുണ്ടായിരുന്നു ഇവർ, പാവം കണ്ടോ. ഇനി ഞാനിപ്പോൾ ഇതിന് ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഇതിൻ്റെ ചുവട്ടിലോട്ടൊരു കുറച്ച് വളം ഇടാൻ പോവുകയാണേ. ഇതെങ്ങനെ കിടക്കട്ടെ, ഇങ്ങനെ അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ ഇതിനകത്തെ കളയെല്ലാം പെറുക്കി മാറ്റിയിട്ട് ഇതിനകത്തോട്ട് ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ, കുറച്ച് ജൈവവളമാണേ. അത് ഞാൻ ഇതുപോലെ ചെടിയുടെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കുക. കണ്ടോ ഇനി ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് ഞാൻ ഇപ്പം ചെയ്യുന്നത്, ഇതിനകത്തുനിന്ന് കുറച്ച് ഉണങ്ങിയ ഇലകളാണ് ഞാൻ ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ വളമിട്ടിട്ട് വളത്തിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുക്കും. കണ്ടോ ഇത് നമുക്ക് ഈ ചെടിയുടെ ചുറ്റിനുമാക്കി ഇടാം. എന്നിട്ട് ഇതിൻ്റെ ചുവട്ടിലോട്ട് ഞാൻ പോട്ടി മിക്സ് ഇടുന്നത്. കണ്ടോ കുറച്ച് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഉണങ്ങിയ ഇലകളുടെ മുകളിലോട്ടാകുമ്പോൾ ഇത് ഇലകളുടെ ഇടയിലോട്ടൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ കുറച്ചേ കാണുള്ളൂ, വെള്ളമൊക്കെ ഒഴിക്കുന്ന അവസരത്തിൽ താന്നു പോകും. അപ്പം കരിയിലിട്ടു, അതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ചുവടൊന്ന് നല്ലപോലെ നനച്ചു കൊടുക്കാം കേട്ടോ. കണ്ടോ ഇങ്ങനെ നനച്ചു കൊടുത്തു. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ചെറിയ പൂവും കായുള്ള പൂവും കായും ഒക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടേ.
ഞാൻ അതിനെ നോക്കുന്നില്ല, പകരം ഇതിനെ ഇവിടെ വെച്ചിട്ട് മുറിച്ചു വിടാൻ പോവുകയാണേ. ഇവിടെ വെച്ചിട്ട് മുറിച്ചു വിട്ടു. കണ്ടോ? ഇനി ഇതിന് പടരാനായിട്ട് ഇതിൻ്റെ മുറിച്ചു വിട്ടാലും ആ ഇലകളുടെ ഇടയിൽ നിന്ന് പുതിയ കിളിർപ്പ് വന്നോളും, ഒന്നും പേടിക്കാനില്ല. ഈ താഴെയുള്ള ഇലകളൊക്കെ ഞാൻ അങ്ങോട്ട് മുറിച്ച് കളയുവാണേ. ഇനി നമ്മൾ ഈ ബക്കറ്റിനകത്ത് നടുമ്പോഴേ ഇതിനൊരു പന്തൽ കൊടുക്കണമല്ലോ. അതിനിപ്പം ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പറമ്പിൽ നിന്ന് ഇതേപോലെയുള്ള ചെറിയ കമ്പ്, ഇത് ഓലമടലാണേ. അപ്പോൾ ആ ഓലമടൽ വെട്ടിക്കൊണ്ട് വന്നിട്ട് ഇതിനകത്ത് കുത്തി കൊടുക്കാൻ പോവാണേ. കണ്ടോ? ഇതേപോലെ നമ്മളങ്ങോട്ട് കുത്തി കൊടുക്കും. ഇപ്പം ഈ ഓലമടൽ കുത്തി കൊടുക്കുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇതേ കൂടെ ഈ ഓലമടലേ കൂടെയും പറ്റിപ്പിടിച്ച് ഇവരുടെ കമ്പുകൾക്ക് കയറി പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാനൊരു 3 കമ്പ് കുത്തി കൊടുത്തിട്ട് കാണിക്കാവേ. അപ്പം നമ്മൾ ഇതേപോലെ 3 കമ്പുകൾ ഇവർക്ക് കുത്തിക്കൊടുത്തു. അകത്ത് വെയിലടിക്കത്തുമില്ല, എന്നാൽ അവരുടെ ഇലകൾക്ക് ഇതേ കൂടെ എല്ലാം പടർന്നു കയറി വളരാനായിട്ടും പറ്റും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതേൽ ചുറ്റി നമുക്ക് പുതിയ പുതിയ കയറൊക്കെ കെട്ടിക്കൊടുക്കാം, അവർ വളർന്ന് കയറി വരട്ടെ അപ്പോൾ. അപ്പം ഇതേപോലെ നമ്മൾ തണ്ണിമത്തനെ ബക്കറ്റിനകത്തും പാത്രത്തിനകത്തും എല്ലാം യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങൾക്ക് വളർത്തി നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമായ നമുക്ക് തിന്നാനുള്ള 1-2 തണ്ണിമത്തനെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം വെറുതെ സമയമൊന്നും കളയാതെ ഓരോരുത്തരും ഈ തണ്ണിമത്തനൊക്കെ നമ്മൾ കൂടുതലായും ഉപയോഗിക്കുന്നത് വെയിലുള്ള സമയത്താണ്. അപ്പോഴാണ് നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. എല്ലാ കാലത്തും നമുക്ക് തണ്ണിമത്തൻ വളർത്താനും പറ്റും, വിളവെടുക്കാനും പറ്റും. അപ്പം ഇങ്ങനെയൊന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കണേ. ഇതുപോലുള്ള 1 പാക്കറ്റ് തണ്ണിമത്തൻ്റെ വിത്തുകളുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ തണ്ണിമത്തൻ നമ്മളെ പോലുള്ള എല്ലാവർക്കും, ഞാൻ കൃഷി ചെയ്യുന്നത് ഈ ടെറസയിലുള്ള ഇച്ചിരി സ്ഥലത്ത് മാത്രമാണ്, അവിടെ പോലും നിങ്ങൾക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.